Ma, what is elapodi? എലപ്പൊതി Yeah. എലപ്പൊതി എന്ന് പറയുന്നത് നമ്മുടെ വാഴയിലക്കകത്ത് നമ്മൾ ചോറ് പൊതിഞ്ഞെടുക്കുന്നതിനെയാണ് എലപ്പൊതി എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മുടെ വലിയ വല്യപ്പച്ചന്മാരൊക്കെ അവരൊക്കെ സ്കൂളിലും അതുപോലെ തന്നെ ജോലിക്കൊക്കെ പൊക്കോണ്ടിരുന്നപ്പോ ഇലക്കകത്ത് ഇതുപോലെ അമ്മമാരൊക്കെ ചോറ് കൊടുത്തു വിടുന്നത് വാഴ നമ്മുടെ വാഴയില്ലേ, നമുക്ക് പഴം കിട്ടുന്ന വാഴ, അതിന്റെ ഇലയെടുത്ത് മുറിച്ച് അതിനെ അടുപ്പേ വെച്ച് അത് വാട്ടിയെടുത്ത് അതിൻ്റെ അകത്ത് ചോറ് വെച്ച് എന്നിട്ട് പേപ്പറിൽ പൊതിഞ്ഞ് കൊടുക്കുന്നതിനാണ് ഇലപ്പൊതി എന്ന് പറയുന്നത്. കൊച്ചിന് ഇലപ്പൊതി തിന്നണോന്ന് ആഗ്രഹമുണ്ടോ? അപ്പൊ നമുക്കൊന്ന് ഒരു ഇലപ്പൊതി ഉണ്ടാക്കിയാലോ? ഓക്കെ, വാ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങളുടെ ജെറീനിക്ക് ഒരു ഇലപ്പൊതി തിന്നണോന്ന് ആഗ്രഹം. അവൾക്ക് എന്താണ് ഇലപ്പൊതി നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഓർത്തു എന്നാ അവളെ ഒന്ന് ഇലപ്പൊതി കാണിച്ചു കൊടുത്തേക്കാമെന്ന്. ഞാനിപ്പം ഒരു 4 ഇലപ്പൊതി ഉണ്ടാക്കാൻ പോവുക, ഞങ്ങൾക്ക് 4 പേർക്കായിട്ട്. ഓക്കെ, അതിനായി ഫസ്റ്റ് നമ്മൾ വെക്കുന്നത് നമ്മുടെ പേപ്പറാണ്. നമ്മുടെ ന്യൂസ് പേപ്പർ നമ്മൾ വെക്കുകയാണ്. 4 പേർക്ക് ഒന്നിച്ച് നമുക്ക് പൊതിയങ്ങ് ഉണ്ടാക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്നത് ഫ്രോസൺ ഇലയാണ്, ഫ്രഷ് ഇല ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ സിന്തറ്റിക് ഇലയും കൂടെ ഇതിന്റെ മോളിൽ വെക്കുന്നുണ്ട്. കാരണം ഫ്രോസൺ ആയതുകൊണ്ട് അത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ഇലയും കൂടെ ഞാനിതാ ഇത് വെച്ച് അങ്ങനെ 4 പേർക്കുള്ള പൊതിയാക്കാൻ പോവാം. ഓക്കെ, ഇതിന്റെ മുകളിലേക്കാണ് ഇനി ഞാൻ നമ്മുടെ ഫ്രോസൺ ഇല വെക്കുന്നത്. ഈ ഫ്രോസൺ ഇല ഞാൻ കഴുകി വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഫ്രോസൺ ഇല ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഇല പൊട്ടിയതുണ്ടോ? പൊട്ടിയ ഇലക്കകത്തോട്ട് നമുക്ക് ഈ ഒരു പീസ് കൂടെ വെക്കാം. പൊട്ടിയിട്ടുണ്ടോ? അത് കുഴപ്പമില്ല, കുഴപ്പമില്ല. അപ്പം ഇതാ 4 ഇല ഇതുപോലെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കറികളും അത് എന്തൊക്കെയാണ് നമ്മൾ ഇലപ്പൊതിക്കകത്ത് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, അതിനായി ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ചോറാണ്. ഇത് കണ്ടോ, ചോറ്. ഇതാണ് ജെറീനയുടെ ചോറ്. മതിയോ? ഇലച്ചോറ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ. കുറച്ചുകൂടെ ചോറ് വെച്ച് ഉണ്ടും ഇച്ചിരി കൂടെ വെച്ചേക്കാം. ചൂടുണ്ട്. നമ്മൾ ഈ ചോറ് വെച്ചേക്കുന്ന ചോറ് മുഴുവൻ നമ്മൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, ചൂട്. പിന്നെ നമുക്ക് വേണ്ടത് മോര് കറിയാണ്. പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല മോര് കറി നമ്മുടെ വഴുതനങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിന്റെ മുകളിലോട്ട് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. മോര് കറി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വെക്കുന്നത് ചിക്കന്. ഇനി നമുക്കുള്ളത് ഇതാ നമ്മുടെ പോർക്കാകട്ടെ. ഇത് ഇനി നമുക്കുള്ളത് നമ്മുടെ ക്യാബേജ് തോരൻ. നമ്മുടെ ക്യാബേജ് തോരന് ക്യാബേജും ക്യാരറ്റും കൂടെ തോരൻ വെച്ചതാ കേട്ടോ.
നെക്സ്റ്റ് ഇതുണ്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങിനെ, നമ്മുടെ വീട്ടിലുണ്ടായ ഉരുളക്കിഴങ്ങാകട്ടോ ഇത്. ഈ ഉരുളക്കിഴങ്ങിനെ നമ്മൾ മെഴുക്ക് വരട്ടിയാക്കി വെച്ചേക്കുവാണ്. ഓക്കെ, നമ്മുടെ ഇലപ്പൊതിയുടെ ഹൈലൈറ്റ് ആയ ചമ്മന്തി തേങ്ങ കുറവായതുകൊണ്ടാണ് ചെറിയ ഉരുളിയായിപ്പോയത്. നമുക്ക് തേങ്ങ ഇവിടെ ഫ്രോസൺ തേങ്ങയാണ് മേടിച്ചു വെക്കുന്നത്. അപ്പം അത് തീർന്നു പോയി. ചെറിയനേക്ക് കുഞ്ഞുണ്ട. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുട്ട പൊരിച്ചതില്ലെങ്കിൽ ഇലച്ചോറിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയില്ല. ഇതാണ് അതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. ഓക്കെ, ഈ ഇലക്കകത്തിരുന്ന് ഈ മുട്ടയുടെയൊക്കെ മണവും വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ലാസ്റ്റ് നമുക്കൊരു അച്ചാറൂടെ വെച്ചേക്കാം അതിൻ്റെ അകത്ത്. ഓക്കെ, ശരി, ഒരു അച്ചാർ. ഇത് ഞാൻ ഉണ്ടാക്കിയ അച്ചാറാണ്. ഇത് നമ്മുടെ വഴുതനങ്ങ അച്ചാർ ഇട്ടേക്കുന്ന കേട്ടോ. ഉണക്കമാങ്ങ അച്ചാർ പോലെ ഇരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. ചെറിയക്ക് ഇച്ചിരി അച്ചാർ വെച്ചേക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയും കറികളാണ് നമുക്കിന്നുള്ളത്. നമുക്ക് ഇതിനെ ഇനിയൊന്ന് പൊതിയണ്ടേ. ഫസ്റ്റ് ഞാൻ പൊതിയാം. ഇതിനെ ആദ്യം പൊതിഞ്ഞു നോക്കാം. അപ്പം നമുക്ക് പൊതിയാൻ ഇച്ചിരി പാടായിരിക്കും. ഉണ്ടോ, ഈ ഇല ഇങ്ങനെ ആവുമ്പോൾ പൊട്ടിപ്പോവേ. അതുകൊണ്ടാണ് നമ്മുടെ അമ്മമാരൊക്കെ നല്ല കറക്റ്റായിട്ട് ഇത് പൊതിയും കേട്ടോ. എനിക്ക് അത്ര പൊതിയാൻ അറിയത്തില്ല. ഓക്കെ, നമുക്കിത് വെച്ചിട്ട് പൊതിയാം. റബ്ബർ ബാൻഡ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് വെക്കാം. ഓക്കെ, ഇതാ നമ്മുടെ ഇലപ്പൊതി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. കണ്ടോ, അപ്പം ഞാനിവിടെ 4 ഇലപ്പൊതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് റബ്ബർ ബാൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പൊതിയുടെ ഇത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഈ ഇലക്കകത്ത് തന്നെ ഈ ചൂടോടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്കൊരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇതെടുത്ത് തുറന്ന് കഴിച്ചു നോക്കാം. അന്നേരം അതിൻ്റെ ആ ടേസ്റ്റ്, ഇലയുടെ ടേസ്റ്റും ഇതെല്ലാം വരണമെങ്കിൽ അങ്ങനെയേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ മമ്മി ഇത് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി മമ്മി ഷോപ്പിങ്ങിന് പോയിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് ഈ ചോറ് കഴിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പം നമ്മുടെ പൊതിച്ചോറ് കഴിക്കാൻ സമയമായിട്ടുണ്ട്. നമ്മൾ പൊതിച്ചോറ് അയച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. പേപ്പറൊക്കെ മടക്കി വെക്കുക. തുറന്നു നോക്കാം എങ്ങനെയുണ്ട് കണ്ടിട്ട്. കൊള്ളാമോ? കഴിച്ചു നോക്ക്, ടേസ്റ്റ് ഉണ്ടോന്ന്. നമ്മുടെ ആ ഇലയൊക്കെ തുറക്കുമ്പോഴത്തേന് ആ ഒരു ഇലയുടെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്ന്. ഇത് കണ്ടോ, നമ്മുടെ ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ. കൊള്ളാവോ? ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. സൂപ്പറാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഒരു പൊതിച്ചോറ് കഴിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ പൊതിച്ചോറ് ഉണ്ടാക്കി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ബിരിയാണി ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്.
നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.